ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇൻട്രോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. 3D ഇൻട്രോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ ഇപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത ശേഷം പിന്നെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. എന്നിട്ട് 16:9 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ ഇമേജസിൽ പോവുക. എന്നിട്ട് ഈ ഡാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്ക് വരിക. ബാക്ക് വന്ന ശേഷം ഇതിൻ്റെ സൈസ് ഒരു 15 ആക്കി കൊടുക്കുക. 15 സൈസ് ആക്കി കൊടുക്കുക. എന്നിട്ട് ശരി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെയറിൽ പോവുക. നമ്മളെ ചാനലിൻ്റെ ലോഗോ അവിടെ അടക്കി കൊടുക്കുക. എന്നിട്ട് ലോഗോ ഒന്ന് നമ്മൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തില്ലേ അതിൻ്റെ അത്രയാന്ന് വലിപ്പം സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് സൈസ് കൃത്യമായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ശരി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം പിന്നെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളെ ഇൻട്രോയുടെ സംഭവം വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ്സിൽ പോവുക. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഈ രണ്ടാമത് കിടക്കുന്ന ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടാമത്തെ ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക, ടിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മളെ ഇതിൽ വീഡിയോ ഇൻട്രോ ഇതിൽ നമ്മളിപ്പോൾ ആഡായി കൊടുത്തതിൽ ചാർമോക്കി എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സ്വിച്ച് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നിട്ട് ശരി ഓപ്ഷൻ കൊടുക്കുക. അതിന് ശേഷം ഇത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് നമ്മുടെ ലോഗോ കൃത്യമായിട്ടൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ 8.429 ആ ഒരു പാട്ടെത്തുമ്പോഴത്തേക്ക് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ നമ്മളെ ചാനലിൻ്റെ നെയിം അവിടെ ആഡ് ആക്കി കൊടുക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. എന്നിട്ട് ഈ ലാലിൻ രണ്ടാമത് കിടക്കുന്ന ആൻഡ്രോയിഡ് മാറ്റിയിട്ട് ലാലിനിൽ വന്നിട്ട് ഫസ്റ്റിലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുത്ത ശേഷം ഇവിടെ ഓവർ ആനിമേഷനിൽ പോവുക. ഓവർ ആനിമേഷൻ അല്ല, സോറി മാറിപ്പോയി. അതിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫസ്റ്റിലത്തെ ഇൻ ആനിമേഷൻ അതിൽ വന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ കൊടുത്തിട്ട് ഇത് ഇത്ര അങ്ങ് സെറ്റാക്കി കൊടുക്കുക. ഇങ്ങ് അറ്റം വരെ ആക്കി കൊടുക്കുക. ശരി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സംഭവം ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് വെച്ച് കൊടുക്കുക. താഴോട്ട് വെച്ച് കൊടുത്ത ശേഷം അത് കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. സൈസ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കിടപ്പില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ വീഡിയോ എന്ന ഓപ്ഷനിൽ വരിക. എന്നിട്ട് ഇവിടെ വീഡിയോ ഫെയ്ഡ് ഔട്ടെന്നും പറഞ്ഞ് കിടപ്പുണ്ട്. എൻഡ് ഓഫ് പ്രൊജക്റ്റ്. അതിൽ ഇവിടെ ഈ സ്വിച്ച് എനേബിൾ ചെയ്യുക. സ്വിച്ച് ഒന്ന് എനേബിൾ ചെയ്ത ശേഷം ഈ സ്ക്രോൾ ബാറിൽ 1.00 സെക്കൻഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്ക് വരിക. അപ്പോൾ നമ്മളെ വീഡിയോയുടെ ഇൻട്രോ സെറ്റായിട്ടുണ്ട്. പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ വീഡിയോ ഇൻട്രോ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 15 MB സേവ് ആക്കുക. ഈ മുകളിലോട്ടുള്ള ഇതൊന്നും നോക്കണ്ട. ഒരു 15 MB സെറ്റാക്കി കൊടുക്കുക, സേവ് ആക്കുക. നമ്മളെ ഇൻട്രോ സെറ്റായിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.